ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെയ്റ്റ് ലോസ് ടെക്നിക്കുമായിട്ടാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈസി ആയിട്ട് എങ്ങനെ തടി കുറയ്ക്കാം എന്നുള്ളത്. അപ്പം ഞാൻ പരീക്ഷിച്ച് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഒന്നല്ല 2 ഡ്രിങ്ക് ഉണ്ട്. ഒന്ന് മോർണിംഗിൽ കഴിക്കുന്നതും ഒന്ന് നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുമ്പേ കഴിക്കുന്നതും. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആയാലും നമ്മൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. മിനിമം ഒരു മാസമെങ്കിലും കഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് റിസൾട്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ മോർണിംഗിൽ കഴിക്കുന്ന ഡ്രിങ്കാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി ഞാനിതാ ഈ ഒരു കപ്പിലാണ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ഈ കപ്പിന് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു കപ്പ് ഡ്രിങ്കേ ആവശ്യമുള്ളൂ, പക്ഷേ 2 കപ്പ് വെള്ളം വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നമ്മുടെ ബോഡിയിലുള്ള ബാഡ് കൊളസ്ട്രോൾ കളയാനും അതുപോലെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്, പെരുംജീരകമല്ല, ചെറിയ ജീരകം. അതാണ് പിന്നെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ ഉലുവയാണ്. നമ്മൾ ഇട്ടിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസും ഓരോ ടീസ്പൂൺ വീതമാണ് ഇടുന്നത്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ തന്നെയാണ്. നമുക്ക് 1 കപ്പ് ഡ്രിങ്കാണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ 3 ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം പോരാ. നമ്മൾ 2 കപ്പ് വെള്ളമാണല്ലോ ഒഴിച്ചിട്ടുള്ളത്. അത് തിളച്ച് കുറുകി 1 കപ്പായി മാറണം. അപ്പോഴേക്കും ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ആ ഒരു മെഡിസിനൽ ഇതെല്ലാം അതിലേക്ക് അങ്ങ് ആഡ് ആയിക്കോളും. അങ്ങനെ കുറച്ചധികം സമയം തന്നെ തിളയ്ക്കണം. ഇനിയിപ്പോൾ രാവിലെ ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തലേദിവസം കിടക്കുന്നതിന് ജസ്റ്റ് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ തിളപ്പിച്ച് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ കുടിച്ചാലും കുഴപ്പമില്ല. രാവിലെ എല്ലാവർക്കും തിരക്കായിരിക്കുമല്ലോ ഉണ്ടാക്കിയെടുക്കാനൊക്കെ. അപ്പോൾ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഫ്രഷായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ തിരക്കുള്ള ആൾക്കാരൊക്കെ തലേദിവസം കിടക്കുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് തന്നെ അങ്ങ് ചെയ്തു വെക്കുക. ഒരുപാട് നേരത്തെ ചെയ്ത് വെക്കേണ്ട. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ എണീക്കുന്നത് അപ്പോൾ വെറും വയറ്റിലാണ് കേട്ടോ കുടിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പേ വെറും വയറ്റിൽ കഴിച്ചിരിക്കണം. ഇപ്പോൾ ഇത് തിളച്ച് കുറുകി 1 കപ്പ് ആയി വന്നിട്ടുണ്ട്. ചൂടോടെ കുടിക്കരുത്. ഞാനിപ്പോൾ ഒരു കപ്പിലേക്ക് മാറ്റുന്നത് ചൂടോടെയാണ്. നമ്മളൊരു അരിപ്പയിലൂടെ അരിച്ച് വേണം മാറ്റാൻ. ചൂടോടെ തന്നെ കുടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇനി ഇതിലേക്ക് വേറെ 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നാരങ്ങയുടെ പകുതിയാണ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നത്. ഒരു നാരങ്ങ കംപ്ലീറ്റ് വേണമെന്നില്ല. ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ചൂടാറിയിട്ട് വേണമെന്ന് പറഞ്ഞത്. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുടിക്കുമ്പോൾ ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചേർത്തുകൊണ്ട് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ, കഷായത്തിൻ്റെ പോലെ ഇരിക്കുമോ ഒന്നും വിചാരിക്കേണ്ട. നല്ല ടേസ്റ്റുള്ള ഡ്രിങ്കാണ്. മാത്രമല്ല നമ്മൾ ഹണിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെറും വയറ്റിൽ കുടിക്കുക. പിന്നെ നമ്മൾ കാണിക്കുന്നത് നൈറ്റിൽ കുടിക്കേണ്ട ഡ്രിങ്കാണ്. അതിന് 1 കപ്പ് വെള്ളം തന്നെ മതി. നമ്മൾ 1 കപ്പ് ഡ്രിങ്കാണ് നമുക്ക് ആവശ്യം. 1 കപ്പ് വെള്ളം തന്നെ മതി. അതിലേക്ക് ചുക്ക് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ ചുക്ക് ഇവിടെ പൊടിച്ചതാണ്. നമ്മുടെ വീട്ടിൽ ചുക്ക് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. വെറുതെ ഒന്ന് കുത്തണ അമ്മിയൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചിയൊക്കെ ചതയ്ക്കണ പോലെ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കണ പോലെ ചതച്ചിട്ട് ഇട്ടാലും മതി. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കരിഞ്ജീരകമാണ്. അത് 1 ടീസ്പൂൺ. അപ്പോൾ 1/2 ടീസ്പൂൺ ഞാൻ ചുക്ക് ഇടാൻ കാരണം ചുക്ക് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ ചുക്ക് തന്നെയാണ് ഇടുന്നത് എങ്കിൽ ഒന്ന് ഇടിച്ചിട്ടൊക്കെ ഇടുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഇടാവുന്നേ ഉള്ളൂ. ഇത് ഒരുപാട് സമയമൊന്നും വെച്ച് തിളപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്നങ്ങ് തിളച്ചാൽ മതി. ഇപ്പോൾ ഇതാ നമ്മൾ ചായയൊക്കെ തിളയ്ക്കൂലേ, ചായയൊക്കെ നമ്മൾ തിളച്ച ഉടനെ ഓഫ് ചെയ്യുമല്ലോ, അതുപോലെ തിളച്ച ഉടനെ തന്നെ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇതാ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും നേരത്തെ പോലെ തന്നെ അരിച്ച് 1 കപ്പിലേക്ക് മാറ്റുകയാണ്. ഈ 2 ഡ്രിങ്കും കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 മണിക്കൂറൊക്കെ ഒന്ന് നടക്കാൻ കൂടി പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. 1 മാസമെങ്കിലും ട്രൈ ചെയ്യുക. ഇതിലേക്കും നമ്മൾ ഒരു ലെമണിൻ്റെ പകുതി ചേർക്കുന്നുണ്ട്, പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്.
ഏത് വെയിറ്റ് ലോസ് ടെക്നിക്കായാലും പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ വെയിറ്റ് കൂടിയത് പെട്ടെന്നല്ലല്ലോ, അപ്പോൾ റിസൾട്ട് കിട്ടാനും കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലും 1 ടീസ്പൂൺ ഹണി ചേർക്കുന്നുണ്ട്. ഇതും നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല. ചുക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ, അതൊന്നും ആർക്കും അത്ര ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് നമ്മൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുടിക്കുക. 1 മണിക്കൂർ അരമണിക്കൂറോ ഒക്കെ ഒന്ന് നടക്കാനും കൂടി പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഒരു മാസമെങ്കിലും സ്ഥിരമായിട്ട് ട്രൈ ചെയ്യണം. 1-2 ദിവസം ട്രൈ ചെയ്തിട്ട് അയ്യോ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. ട്രൈ ചെയ്തിട്ട് എല്ലാവരും റിസൾട്ടൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക, ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എനിക്ക് 100% ഗ്യാരണ്ടി തരാവുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ റിസൾട്ടൊക്കെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കണ പോലെയൊന്നും അല്ല, ഈസി ആയിട്ട് കഴിക്കാവുന്ന ഡ്രിങ്കാണ്. രാവിലെ കുറച്ച് സമയം വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനെന്നേ ഉള്ളൂ, എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്